സുഹൃത്തുക്കളെ, ഇന്ന് 3 മരുന്നിനെ പറ്റിയാണ് പറയുന്നത്. പച്ചില മരുന്ന്, അതിൻ്റെ പേര് ചങ്ങലം പരണ്ട. അത് 3 രോഗങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ എല്ലാ സുഹൃത്തുക്കളും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സഹായിക്കണം. നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ചങ്ങലം പരണ്ട എന്ന് പറഞ്ഞിട്ടൊരു മരുന്നിനെ പറ്റിയാണ്. അത് എല്ല് പൊട്ടിപ്പോയിരുന്നു, അതായത് എല്ല് ഒടിഞ്ഞാൽ 7 ദിവസം കൊണ്ട് പൂത്തിറങ്ങും എന്ന് വിദ്യ. രണ്ടാമത്, ഈ കാലം തെറ്റി മെൻസസ് ആവുന്ന സ്ത്രീകൾക്ക് വരാവുന്ന അതിനെ മാറ്റാൻ കഴിയും. പിന്നെ ഈ ചെകിട് വേദനയ്ക്ക് ഇത് 3ആണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ചങ്ങലം പരണ്ടയുടെ വള്ളി പറിക്കുക, അത് ഇടിച്ച് പിഴിഞ്ഞെടുക്കുക. ഇടിച്ച് പിഴിഞ്ഞ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൈക്ക് കവറിടണം. അത് കഴിഞ്ഞാൽ ഈ വെള്ളേൻ്റെ ഈ ഇതിലൊക്കെ ചൊറിയും, അപ്പോൾ അത് നമുക്ക് അസഹനീയമായിരിക്കും. അതിൻ്റെ കവറിട്ട് നല്ലോണം ഇടിച്ച് പിഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു തൈലം കൂട്ടിയിട്ട് അത് കാവി മണ്ണും കൂട്ടണം. കാവി മണ്ണെന്ന് പറയുന്നത് ഈ മരുന്ന് വീടിൽ നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് അത്ര ഇത് പൈസ ഉള്ളതൊന്നുമല്ല. എന്ത് മരുന്ന്? കാതിയോ? കാവി മണ്ണാണ്. അതും കൂട്ടി പൊട്ടിയ ഇതിൻ്റെ ശീല അതിൽ മുക്കുക, ഒരു തുണിശീല കീറിയിട്ട് അത് മുക്കിയിട്ട് അത് ആ പൊട്ടിയ ഭാഗത്താണ് ബാൻഡേജ് ഈ പ്ലാസ്റ്റർ ഇടുന്ന മതി ചുറ്റി പടയിടുക. അങ്ങനെ ആ 7 ദിവസം തിരിച്ചും മറിച്ചും ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാം. രണ്ടാമത്തെ ദിവസം വേറെ ഒരു ശീല ഇട്ടിട്ട് അതിന് മുക്കി ഇതേമാതിരി ചെയ്യുക. അങ്ങനെ 7 ദിവസം എത്തുമ്പോൾ ആ എല്ല് പൂത്തിറങ്ങിയിട്ടുണ്ടാവും. ഇത് ഉറപ്പാണ്. ഞാനിത് പലർക്കും ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത്, ഈ ക്രമം തെറ്റി ഈ മെൻസസ് ആവുക. അതായത് ഈ വൈകിട്ട് നേരത്തേക്ക് ഉണ്ടാകുന്ന ആ ഇതിനെ ഇത് ഇടിച്ച് പിടിച്ച് ഈ ചാറെടുത്ത് അതിൽ ഒരു സ്പൂണിൽ ഒരു 1/2 സ്പൂൺ തേൻ കൂട്ടുക. അത് പച്ചൂടെ കഴിക്കുക. അതൊരു 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഈ ക്രമം തെറ്റി വരുന്ന അത് ഡെവലായിക്കോളും. പിന്നെ മൂന്നാമത്, ഈ ചെകിട് വേദന, കടശലാരിൽ ചെകിട് വേദന വരുമ്പോൾ ഇതിൻ്റെ ഒരു കണ്ടമായിട്ടാണ് ഇതിൻ്റെ ശാഖ ഉണ്ടാവുക. ചങ്ങലം പരണ്ട ഒരു കണ്ടം പറിച്ച് തീയിലിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ നീര് 2 തുള്ളി ആ വേദന ചേർത്ത് വീണം അത് ആ വേദന അങ്ങോട്ട് പോകും. ഇതാണ് 3. നാലാമതായിട്ട് ഇത് ഒരുവിധ ആൾക്കാർ അച്ചാറിട്ട് കഴിക്കാറുണ്ട്. ഈ തമിഴരാണ് ഇതിൻ്റെ കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാർ. തമിഴ് ചികിത്സയിലാണ്, നമ്മുടെ ആയുർവേദത്തിലൊരു പറയുന്നില്ല. ഇനി അടുത്ത ദിവസം വേറൊന്നായിട്ട് നമ്മൾ വരാം.